ഇന്നിവിടെ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണ് ഗോതമ്പ് പായസം. മറ്റുള്ള പായസത്തിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഗോതമ്പ് പായസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ എനിക്ക് പായസത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പായസം തന്നെയാണ്. ഇനി ഗോതമ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നുറുക്ക് ഗോതമ്പാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പാക്കറ്റിൽ വരുന്നതാണ്. അതേപോലെ ഇതിൻ്റെ വേറൊരു കളർ വരുന്നുണ്ട്, ഒരു യെല്ലോ കളറ്. അത് കുറച്ചും കൂടി റവ പോലത്തെ ഗോതമ്പ് റവ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്, അതെടുക്കരുത്. ഇതേപോലെ ഗോതമ്പ് മുഴുവനല്ലാതെ ഒരു പകുതിക്ക് ഇങ്ങനെ നുറുക്കിയിട്ടുള്ള ടൈപ്പ് കിട്ടും. ഗോതമ്പ് നുറുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റിൽ വരുന്നത് സെയിം ഈ കളറുള്ളത് തന്നെ എടുക്കണം. എങ്കിൽ പായസത്തിന് നല്ല കളറും അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് കഴുകി എടുത്തിട്ട് ഒന്ന് അരിക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. പാക്കറ്റ് വാങ്ങിക്കുന്നതല്ല, ചിലപ്പം വല്ല മണ്ണോ അല്ലെങ്കിൽ ചെറിയ പൊടിക്കല്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പായസം കുടിക്കുമ്പോഴായിരിക്കും ചിലപ്പം കല്ലൊക്കെ കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. നന്നായി അരിച്ചെടുത്തിട്ട് കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിലിട്ട് അടച്ചിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടാം. പിന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവാത്ത പരുവത്തിൽ എടുക്കരുത്, നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ എടുക്കണം. അല്ലെങ്കിൽ ശർക്കര ഒക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ കല്ലിച്ച് പോകും ഇത് ഗോതമ്പ്. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി നിങ്ങൾ വേവിച്ചിട്ട് വേണം പിന്നീട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിതാ ഒരു സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗോതമ്പിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ചെടുത്തപ്പോൾ ഒട്ടും വെള്ളം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പിന്നീട് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തോട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 2 തേങ്ങ വാങ്ങിച്ചിട്ട് അതിനെ ചിരണ്ടി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളമെല്ലാം ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്. ഇതിൽ നിന്ന് 1-ാം പാലൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല, അതിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ തേങ്ങാപ്പാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. തേങ്ങ ഒക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. ഇത് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് മാസങ്ങളോളം എടുക്കും തേങ്ങ ഒക്കെ ഇവിടെ എത്തുമ്പോഴത്തേന്. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഒത്തിരി കിട്ടാറില്ല. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷാണ്. അപ്പം തന്നെ നമുക്ക് തെങ്ങിൽ നിന്നെല്ലാം ഇടിച്ചിട്ട് അപ്പം തന്നെ പിഴിഞ്ഞെടുക്കണോണ്ട് നന്നായിട്ട് പാലുണ്ടാവും. ഇതിൽ പാല് വളരെ കുറവാണ് ഇവിടെയൊക്കെ പാല് കിട്ടാറ്. അതുകൊണ്ട് തന്നെ 2 തേങ്ങയുടെ പാൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1-ാം പാലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ടിന്നിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ട് അത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഞാൻ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ശർക്കരയുടെ മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ശർക്കര കുറച്ചൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. വളരെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ടിന്നിൽ വാങ്ങിച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്, ഈസ്റ്റേൺഡാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് മധുരത്തിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ശർക്കര ഒക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി നേരം ഇട്ടിട്ട് തിളപ്പിക്കരുത്. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്ന സമയമാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുക്കാം. ഒത്തിരി അങ്ങോട്ട് കട്ടിക്കും, ഒത്തിരി അതേപോലെ ലൂസായിട്ട് എടുക്കരുത്. ഒത്തിരി ലൂസായിട്ട് എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല പായസത്തിന്. കുറച്ചൊരു തിക്ക് വേണം, എന്നാൽ ഒത്തിരി അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല. ഒത്തിരി കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോഴത്തേന് കുറച്ചും കൂടി കൊണ്ട് കട്ടിയായി പോവും. അപ്പോൾ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തും എല്ലാം കൂടി വറുത്തിട്ട് കൊടുക്കാം. നെയ്യിൽ അതെല്ലാം കൂടി വറുത്തിട്ട് ആ നെയ്യോടുക്കനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത് ഗോതമ്പിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് ഗോതമ്പിൻ്റെ പായസം. ഈ നുറുക്ക് ഗോതമ്പ് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.